നമസ്കാരം. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ ഏറ്റെടുക്കുന്ന ഭൂമിക്ക് 26 കോടി രൂപ സർക്കാർ നൽകും. പ്രധാന വാർത്തകൾ. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം. പുനരധിവാസത്തിന് ഏറ്റെടുക്കുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. നഷ്ടപരിഹാരം നൽകുക 64 ഹെക്ടർ ഭൂമിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 26 കോടി രൂപ. ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പ്രധാന തടസ്സങ്ങൾ നീങ്ങി. പുലി ഭീതി മാറാതെ നല്ലന്നൂർ നിവാസികൾ. ഇന്ന് രാവിലെ പ്രദേശത്ത് പുലിയെ കണ്ടതായി ഓട്ടോ ഡ്രൈവർ. പുലിയെ പിടിക്കാനുള്ള നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ. വേനൽ മഴയിലും കാറ്റിലും തലപ്പുഴയിൽ വ്യാപക കൃഷിനാശം. 3000-ലേറെ ഏത്തവാഴകൾ നിലംപൊത്തി. വായ്പയെടുത്ത് തുടങ്ങിയ കൃഷി നശിച്ചതോടെ കടുത്ത പ്രതിസന്ധിയിലെന്ന് കർഷകർ. ഇന്ത്യൻ ദേശീയ ടീമിൽ വൈകാതെ ഇടം നേടാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് 2020 അണ്ടർ-19 ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീം അംഗം VJ ജോഷിത. 2 വർഷത്തിനുള്ളിൽ ദേശീയ ടീമിൽ ഇടം ലഭിക്കുമെന്ന് പ്രതീക്ഷ. ക്രിക്കറ്റിന്റെ കാര്യത്തിൽ വയനാട് പിന്നോക്കമല്ലെന്നും മീറ്റ് ദ പ്രസ് പരിപാടിയിൽ ജോഷിത. വാർത്തകൾ വിശദമായി. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിന് നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. 64 ഹെക്ടർ ഭൂമിക്കാണ് നഷ്ടപരിഹാരം നൽകുക. 26.5 കോടി രൂപ നൽകും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് തുക അനുവദിക്കുക. അതേസമയം തുക പര്യാപ്തമല്ലെന്ന നിലപാടിലാണ് മാനേജ്മെന്റ്. ഭൂമി ഏറ്റെടുക്കുന്നതിന് തടസ്സമാകില്ലെങ്കിലും കോടതിയിൽ നൽകിയ അപ്പീൽ പിൻവലിക്കില്ല. ഈ മാസം 27-നാണ് ടൗൺഷിപ്പ് പദ്ധതിയുടെ തറക്കല്ലിടൽ. ടൗൺഷിപ്പ് പദ്ധതിക്കായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്നും ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകാനാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. 26,56,16,761 രൂപയാണ് എൽസ്റ്റൺ കമ്പനിക്ക് നൽകുക. 64 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കുന്നത്. ഭൂമിയുടെ രജിസ്ട്രേഷൻ വിലയ്ക്ക് പുറമെ തേയിലച്ചെടികൾ, മരങ്ങൾ, കെട്ടിടങ്ങൾ, അനുബന്ധ വസ്തുക്കൾ എന്നിവയ്ക്ക് കൂടി വില കണക്കാക്കിയാണ് തുക നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വില സ്വീകാര്യമല്ലെന്നാണ് മാനേജ്മെന്റ് പ്രതിനിധികൾ പറയുന്നത്. ഭൂമി ഏറ്റെടുക്കലിന് തടസ്സമാകില്ലെങ്കിലും ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള അപ്പീൽ പിൻവലിക്കില്ല. അടുത്ത ദിവസം തന്നെ ഭൂമി ഏറ്റെടുത്ത് ഉത്തരവിറങ്ങും. ഈ മാസം 27-ന് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഭൂമിക്ക് തറക്കല്ലിടുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. മലനാട് ന്യൂസ്, കൽപ്പറ്റ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പ് പദ്ധതിക്കായി തയ്യാറാക്കിയ അന്തിമ പട്ടികയിൽ 17 പേരെ കൂടി ഉൾപ്പെടുത്തി സർക്കാരിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതോടെ പുനരധിവാസ പദ്ധതിയിൽ ആകെ 417 കുടുംബങ്ങളാണുള്ളത്. പുതുതായി ചേർത്ത കുടുംബങ്ങൾ അയോഗ്യരാണെന്ന് കണ്ടെത്തിയാൽ പട്ടികയിൽ നിന്നും പുറത്താക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. മുണ്ടക്കൈ ഭാഗത്ത് 17 കുടുംബങ്ങളെയാണ് അധികമായി പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഫേസ് 2A അന്തിമ പട്ടികയിൽ 89 കുടുംബങ്ങളും ഫേസ് 2B അന്തിമ പട്ടികകളിൽ 73 കുടുംബങ്ങളുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പട്ടികയുമായി ബന്ധപ്പെട്ട 100-ലധികം അപ്പീലുകളും സർക്കാർ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പടവെട്ടിക്കുന്നും റാട്ടപ്പാടിയും അട്ടമലയും പട്ടികയിലില്ല. ഈ പ്രദേശങ്ങളിൽ 50ഓളം കുടുംബങ്ങൾ പദ്ധതിയിൽ നിന്നും പുറത്താകും. വയനാട് കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി. ജില്ലാ കളക്ടറുടെ ഒഫീഷ്യൽ മെയിലിലേക്കാണ് സന്ദേശമെത്തിയത്. പോലീസും ബോംബ് സ്ക്വാഡും കളക്ടറേറ്റിലും പരിസരങ്ങളിലും പരിശോധന നടത്തി. അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്തിയില്ല. വ്യാജ സന്ദേശമാണെന്നാണ് കരുതുന്നതെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ പറഞ്ഞു. നേരത്തെ കുടുംബ കോടതിയിലും വ്യാജ ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരുന്നു. ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക മെയിലിലേക്കാണ് ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. സന്ദേശം ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസിന് കൈമാറി. തുടർന്ന് പോലീസും ബോംബ് സ്ക്വാഡും കളക്ടറേറ്റും പരിസരവും അരിച്ചുപെറുക്കിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. സന്ദേശം വ്യാജമാണെന്നാണ് കരുതുന്നതെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ പറഞ്ഞു. അർജന്റായിട്ട് എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്യണം. ബോംബ് ഭീഷണിയാണ് ഇവിടെ ഉള്ളത്, ബോംബ് പൊട്ടിക്കാൻ പോകുന്നുണ്ടോ അങ്ങനെയുള്ള ഒരു ഇമെയിലാണ്, ഒരു ഫേക്ക് ഇമെയിൽ എന്താണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ നമ്മൾ എല്ലാവർക്കും ഫോർവേഡ് ചെയ്തു. പക്ഷേ ഇത് ബൈ ദ ടൈം മറ്റുള്ള എല്ലാ കളക്ടർമാർക്കും ഇങ്ങനെ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. മറ്റുള്ള എല്ലാ സ്ഥലത്തിലും, ട്രിവാൻഡ്രത്തിലും എല്ലാ സ്ഥലത്തിലും സ്റ്റാർട്ടഡ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഫേക്ക് പറഞ്ഞതുകൊണ്ട് ഇന്നലെ തന്നെ അറിയിച്ചത്. നേരത്തെ കുടുംബ കോടതിയിലും പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലും പടിഞ്ഞാറത്ര താജ് ഹോട്ടലിലും സമാനമായ രീതിയിൽ ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരുന്നു.
സന്ദേശം അയച്ച ആളെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ഒട്ടുമിക്ക ജില്ലാ കളക്ടർമാർക്കും സമാനമായ രീതിയിലുള്ള സന്ദേശം ലഭിച്ചിരുന്നു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. പുലി ഭീതി മാറാതെ നല്ലന്നൂർ പ്രദേശത്തുകാർ. ഈ പ്രദേശത്ത് ദിവസങ്ങളായി പുലി തമ്പടിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർ പുലിയെ കണ്ടതായി പറയുന്നു. പുലിയെ പിടിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മൂപ്പൈനാട് നല്ലന്നൂർ പ്രദേശത്ത് നിരവധി തവണ പുലിയെ കണ്ടതായി നാട്ടുകാർ. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് വനവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി അകപ്പെട്ടിരുന്നു. അതിനു പുറമെയാണ് പ്രദേശത്ത് പുലിയെ നാട്ടുകാർ കണ്ടത്. ഇന്ന് രാവിലെ നല്ലന്നൂരിൽ നിന്നും തിനപുരത്തേക്ക് യാത്രക്കാരുമായി പോയ ഓട്ടോ ഡ്രൈവറാണ് പുലിയെ കണ്ടത്. നല്ലന്നൂർക്ക് ഒരു ഓട്ടം പോയിട്ട് വരികയായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഒരു ലേഡി കയറിയിട്ടുണ്ടായിരുന്നു, വിജയേട്ടന്റെ ഭാര്യ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ജസ്റ്റ് ഓട്ടോറിക്ഷ ഇവിടെ എത്തിയപ്പോ ഒരു 10 അടി അകലായിട്ടൊരു പുലി ഇങ്ങോട്ട് ക്രോസ് ചെയ്യായിരുന്നു. ഒരു പേടിയില്ല, ഭയങ്കര വലിയൊരു പുലിയായിരുന്നു. അതിനൊരു ഭയം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സത്യത്തിൽ എന്താ പറയാ, ഒന്ന് പേടിച്ചിട്ട് ഒരു 5 മിനിറ്റ് അവിടെ വണ്ടി നിർത്തിയിട്ടു. പ്രദേശത്ത് HML-ന് കീഴിലുള്ള കാടുകൾ വെട്ടാനുള്ള നടപടി സ്വീകരിക്കണം. പുലിയെ പിടികൂടാനുള്ള നടപടിയും സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇതിനു മുമ്പ് 2 പ്രാവശ്യമായിട്ട് 2 പുലികളെ, ഇപ്പൊ മാസങ്ങൾക്ക് മുമ്പാണ് ലാസ്റ്റ് ഒരു പുലിനെ പിടിച്ചുകൊണ്ടത്. പക്ഷെ ഇത് നിരന്തരം ഇവിടെ ഈ പ്രദേശത്ത് പുലിവീതിയാണ്. ഇപ്പൊ ഒരാഴ്ച മുമ്പ് 3 പുലികളെ ഒരുമിച്ച് കണ്ടു. ഇതൊന്നും അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവരത് ഒരു ഗവൺമെന്റ് ആയിട്ട് വിടുക. ഇപ്പൊ ഇന്ന് രാവിലെ ഈ ഓട്ടോക്കാരൻ ഒരാളെയും കയറ്റിയിട്ട് പാസഞ്ചറിനെ കയറ്റി വരുന്ന സമയത്താണ് നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശത്ത് കൂടിയാണ് തൊട്ടടുത്ത കാപ്പിത്തോട്ടത്തിലേക്ക് പുലി ഓടിപ്പോയത്. കാപ്പി എസ്റ്റേറ്റിൽ എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഈ നിലത്ത് വീണ കാപ്പിയൊക്കെ പെറുക്കാൻ ഒരുപാട് സ്ത്രീ തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു സമയമാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് തിരച്ചിൽ നടത്തി. മലനാട് ന്യൂസ്, മേപ്പാടി. ചുള്ളിയോട് കുറുക്കൻമൂലയിൽ പുലിയുടെ ആക്രമണത്തിൽ വളർത്തുനായ്ക്ക് പരിക്കേറ്റു. പ്രദേശവാസിയായ ചെറുപുറത്ത് എൽദോയുടെ വളർത്തുനായയാണ് കഴിഞ്ഞ രാത്രിയിൽ പുലി ആക്രമിച്ചത്. സംഭവത്തെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ രാത്രി 8 മണിയോടുകൂടിയാണ് എൽദോയുടെ വളർത്തുനായയെ പുലി ആക്രമിച്ചത്. വീടിന് സമീപത്തു നിന്നും നായയുടെ കരച്ചിൽ കേട്ട് പുറത്തിറങ്ങിയ എൽദോസാണ് നായയെ വന്യജീവി ആക്രമിക്കുന്നത് കണ്ടത്. നായയെ ആക്രമിച്ചത് കടുവയാണെന്നായിരുന്നു എൽദോയുടെ നിഗമനം. ബഹളം വെച്ചതോടെ വന്യജീവി നായയെ ഉപേക്ഷിച്ച് സമീപത്തെ തോട്ടത്തിലേക്ക് ഓടിമറിഞ്ഞു. ആക്രമണത്തിൽ നായയുടെ കഴുത്തിലാണ് പരിക്കേറ്റത്. പിന്നീട് ഇന്ന് രാവിലെ വനപാലകരെ വിവരമറിയിക്കുകയായിരുന്നു. വനപാലകർ എത്തി വന്യജീവിയുടെ കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോഴാണ് പുലിയാണെന്ന് സ്ഥിരീകരിച്ചത്. ജനവാസ മേഖലയിൽ പുലി എത്തിയെന്ന വിവരം അറിഞ്ഞതോടെ നാട്ടുകാരും പരിഭ്രാന്തിയിലാണ്. 9:30 ആയപ്പോഴാണ് പട്ടി കുറയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പട്ടീൻ്റെ സൗണ്ട് വ്യത്യാസപ്പെട്ടപ്പോഴാണ് ഞാൻ ഓടിപ്പോയി നോക്കിയത്. അപ്പോൾ ലൈറ്റ് എടുത്ത് നോക്കിയാൽ ലൈറ്റ് അടിച്ചപ്പോൾ പട്ടീനെ വിട്ടു, സാധനം പോയി. അപ്പോൾ വര കണ്ടു, വെള്ളം വര വലിയ സാധനമാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറേ അടിച്ചു. പിന്നെ അപ്പുറത്ത് ജോസേട്ടന് പിന്നീട് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത്. ഇനി കന്നാലി ഉള്ളതുകൊണ്ട് മൊത്തം ലൈറ്റ് വിട്ടിട്ട് പിന്നെ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. തീയിട്ട് അവിടെ മൊത്തം തീയിട്ടിട്ട് കാവലിരിക്കുക. സമീപത്തെ വനസമാനമായി കിടക്കുന്ന കൃഷിയിടങ്ങളിൽ തമ്പടിച്ച പുലിയായിരിക്കും നായയെ ആക്രമിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. മലനാട് ന്യൂസ്, ബത്തേരി. വേനൽ മഴയിലും കാറ്റിലും തലപ്പുഴയിൽ വ്യാപക കൃഷിനാശം. 3000-ലേറെ ഏത്തവാഴകൾ നിലംപൊത്തി. കടമെടുത്തു തുടങ്ങിയ കൃഷി നശിച്ചതോടെ കടുത്ത പ്രതിസന്ധിയിലെന്ന് കർഷകർ. തലപ്പുഴ 46 കോട്ടക്കുന്ന് തിണ്ടുമ്മൽ ഭാഗങ്ങളിലാണ് കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും പ്രദേശത്തെ വാഴകൃഷി വ്യാപകമായി നശിച്ചത്. പ്രദേശത്തെ കർഷകരുടെ 3000-ലേറെ കുലച്ച ഏത്തവാഴകളാണ് നിലം പൊത്തിയത്. തവിഞ്ഞാൽ പഞ്ചായത്ത് 8-ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശമാണിത്. കോട്ടക്കുന്ന് ഭാഗത്ത് ബിനു കുഞ്ഞിപ്പാറ, സിബി കവലയിൽ, തിണ്ടുമ്മൽ ബീന, പവിത്രൻ, തെയ്യമ്മ എരുമട്ടത്തിൽ, മാത്തൻ കമ്പളുക്കാട്ട്, ജോയ് എന്നിവരുടെ വാഴകൃഷിയാണ് നശിച്ചത്. ഇവരെല്ലാവരും കടമെടുത്താണ് കൃഷി ഇറക്കിയത്. 17-ാം തീയതി വൈകുന്നേരം 4:30 അടിച്ച കാറ്റിന് ഞാനും ഷെയർ വെച്ചിരിക്കുന്ന 5 ഏക്കർ വാഴത്തോട്ടത്തിൽ ഒരു 1500ഓളം വാഴ കാറ്റത്ത് ഒടിയുകയും കൊലച്ചതും കൊലക്കാത്തതുമായ വാഴയാണ്. വളരെ ഏകദേശം ഒരു 8 ലക്ഷം രൂപേൻ്റെ നഷ്ടം ഞങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വല്ലാത്തൊരവസ്ഥയാണ്. ഞങ്ങൾ കടമെടുത്ത് കൃഷി ചെയ്ത് ആണ്, ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കൃഷി ചെയ്തതാണ്. അത് വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. തലപ്പുഴ 46 കോട്ടക്കുന്ന് ഭാഗത്ത് ബിനു കുഞ്ഞിപ്പാറ, സിബി കവലയ്ക്കൽ എന്നിവർ ചേർന്ന് പാട്ടത്തിനെടുത്താണ് 4.5 ഏക്കറിൽ 5000-ഓളം വാഴകൃഷി ചെയ്തത്. ഇതിൽ കുലച്ച 1500 വാഴകളാണ് അപ്രതീക്ഷിതമായി ഉണ്ടായ കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീണത്.
ഏകദേശം 8 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തിണ്ടുമ്മൽ ബീന പവിത്രന്റെ 1000 കുലച്ച വാഴകളും ഇത്തരത്തിൽ നശിച്ചു. 5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കടമെടുത്തു തുടങ്ങിയ കൃഷി നശിച്ചതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായതായി കർഷകർ പറയുന്നു. മലനാട് ന്യൂസ്, മാനന്തവാടി. ഇന്ത്യൻ ദേശീയ ടീമിൽ വൈകാതെ ഇടം നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് താനെന്ന് 2020 അണ്ടർ-19 ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീം അംഗം VJ ജോഷിത. 2 വർഷത്തിനുള്ളിൽ ദേശീയ ടീമിൽ ഇടം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടിയുള്ള മത്സരങ്ങൾ കൂടുതൽ വിശ്വാസം പകരുന്നതാണ്. ക്രിക്കറ്റിന്റെ കാര്യത്തിൽ വയനാട് പിന്നോക്കമല്ലെന്നും ജോഷിത അഭിപ്രായപ്പെട്ടു. വയനാട് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ജോഷിത. വളരെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിൽ കയറിക്കൂടിയതാണ് ക്രിക്കറ്റിനോടുള്ള സ്നേഹം. അച്ഛൻ ജോഷി അതിനുള്ള വഴി തുറന്നു തന്നു. മുണ്ടേരി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ക്രിക്കറ്റിന്റെ ബാലപാഠം പഠിച്ചു തുടങ്ങി. കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ പരിശീലനമാണ് T20 അണ്ടർ-19 ലോകകപ്പ് കിരീടം ചൂടിയ ഇന്ത്യൻ ടീം അംഗമാകാൻ വരെ അവസരം കിട്ടിയതിന് കാരണമെന്ന് ജോഷിത പറയുന്നു. ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. അതിനുള്ള കഠിനമായ പരിശീലനത്തിലാണ്. ഒരു 2 വർഷമാണ് എൻ്റെ ഒരു മനസ്സിൽ ഞാൻ കണക്കൂട്ടിയിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യും, അതിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കും. അതെ, നടക്കും തന്നെ പ്രതീക്ഷിക്കുന്നു. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പുതിയ അനുഭവമാണ്. ടീമിലെ വിദേശ താരങ്ങളുമായുള്ള സമ്പർക്കം കൂടുതൽ ആത്മവിശ്വാസം പകരുന്നുണ്ട്. തന്റെ സീനിയറായ സജ്ജന സജീവൻ, മിന്നുമണി എന്നിവരിൽ നിന്നും കുറേയേറെ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞതായും ജോഷിത പറയുന്നു. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് സജ്ജനേച്ചി, മിന്നേച്ചി ഫിയർ പറഞ്ഞ സാധനമല്ല. ഭയങ്കര ഓപ്പൺ ആയിട്ട് എല്ലാം അവരോട് പറയാനും ചെയ്ത് കാണിക്കാനും അവർക്ക് മടിയില്ല. സജ്ജനേച്ചിയാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ മെയിൻ. എല്ലാ വീഡിയോസിലും സജ്ജനേച്ചിനെ കാണാൻ പറ്റും. അപ്പോൾ ഒന്നും പുറകിലേക്ക് വലിഞ്ഞു നിൽക്കുന്നില്ല. ഞാൻ അവരുടെ നിന്ന് നോക്കുന്നത് അതാ. എനിക്ക് പണ്ടൊരു ഇതുണ്ടായിരുന്നു, ഓക്കെ അവർ ഇച്ചിരി ഞാനിങ്ങനെ മാറിക്കുന്ന ഒരു പരിപാടി. ഇപ്പം അതില്ല. ഞാനും മുമ്പിലേക്ക് കയറുന്ന സംസാരിക്കും, മീറ്റിങ്ങിനാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്യും. മറ്റു പല മേഖലകളിലും വയനാട് പിന്നോക്കമാണെങ്കിലും ക്രിക്കറ്റിന്റെ കാര്യത്തിൽ അങ്ങനെയല്ലെന്ന് ജോഷിത പറയുന്നു. ഇനിയും നിരവധി താരങ്ങൾ വയനാട്ടിൽ നിന്നും ഉയർന്നു വരുമെന്നും ജോഷിത പറയുന്നു. ഇല്യാസ്, മലനാട് ന്യൂസ്, കൽപ്പറ്റ. വീണ്ടും വാർത്തകളിലേക്ക്. കൊളവയൽ അറവ് മാലിന്യ പ്ലാന്റിൽ ട്രയൽ റൺ നടത്താൻ വന്ന ഉദ്യോഗസ്ഥരെ തിരിച്ചയച്ച നാട്ടുകാർ. കോടതി വിധി നടപ്പാക്കാൻ വന്ന മുട്ടിൽ പഞ്ചായത്ത് സെക്രട്ടറിയെയും പൊല്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെയുമാണ് ജനങ്ങൾ തിരിച്ചയച്ചത്. മാർച്ച് 21-നുള്ളിൽ ട്രയൽ റണ്ണിംഗ് നടത്തി റിപ്പോർട്ട് നൽകണമെന്ന കോടതി ഉത്തരവ് പ്രകാരമാണ് ഉദ്യോഗസ്ഥർ കൊളവയൽ മാലിന്യ പ്ലാന്റിലെത്തിയത്. എന്നാൽ ഇവർ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെ ജനകീയ സമരസമിതിയും നാട്ടുകാരും ഇന്നലെ രാത്രി മുതൽ തന്നെ അറവ് മാലിന്യ പ്ലാന്റിന് സമീപം തടിച്ചുകൂടിയിരുന്നു. സംഘർഷ സാധ്യത കണക്കാക്കി നിരവധി പോലീസുകാരും സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി 2 വാഹനങ്ങളിൽ പ്ലാന്റിലെത്തിയ ഉദ്യോഗസ്ഥരെ സ്ത്രീകളും കുട്ടികളും അടക്കം തടയുകയായിരുന്നു. രോഷാകുലരായ ജനങ്ങളുടെ മുമ്പിൽ നിന്നും പോലീസ് ഇടപെട്ട് ഇവരെ തിരിച്ചയച്ചു. അറവ് മാലിന്യ പ്ലാന്റ് ഇവിടെ നിന്നും മാറ്റുന്നതുവരെ ശക്തമായ സമരം തുടരുമെന്നും ജനകീയ സമരസമിതി അറിയിച്ചു. മലനാട് ന്യൂസ്, മുട്ടിൽ. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത സമയത്ത് മോർച്ചറിയിൽ നടത്തിയ സേവനം തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള അവസാനത്തെ സേവനമെന്ന് കേരള ശ്രീ പുരസ്കാരം നേടിയ ഷൈജ ബേബി പറഞ്ഞു. വയനാട് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഷൈജ ബേബി. ചൂരൽമലയിൽ ജനിച്ചു വളർന്ന താൻ ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ഓരോ ആളുകളെയും അടുത്തറിയുന്നവനാണ്. വാർഡ് മെമ്പർ ആയിരുന്ന കാലത്തും ആശാവർക്കർ ആയിരുന്ന കാലത്തും ഇടപഴകിയ ആളുകളാണ് മോർച്ചറിയിൽ ജീവനറ്റ നിലയിൽ എത്തിയത്. അവർക്ക് അവസാനമായി നൽകാൻ കഴിയുന്ന സേവനമെന്ന നിലയിലാണ് താൻ ഇപ്പോഴും ആ ദിവസങ്ങളിലെ പ്രവർത്തനത്തെ കാണുന്നതെന്നും ഷൈജ ബേബി പറഞ്ഞു. ദുരന്ത മേഖലയിൽ അവശേഷിക്കുന്ന ആളുകളെ കൂടി പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും ഷൈജ ആവശ്യപ്പെട്ടു. വൈകിട്ട് 5 മണിക്ക് രാജ്ഭവനിൽ വെച്ചിട്ട് ഗവർണറിൽ നിന്നുമാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. അതിൻ്റെ അധ്യക്ഷനായിട്ട് നമ്മളെ CMO ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം, മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു പുരസ്കാരത്തിന് അർഹയായത്. ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു പുരസ്കാരം കൂടെയാണത്, പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മളെ വേണ്ടപ്പെട്ടവരും സ്നേഹിച്ചവരും എല്ലാ ആളുകളുമാണ് നമുക്കൊരു രാത്രി കൊണ്ട് നഷ്ടമായത്. അപ്പോൾ സർക്കാരിനോട് ഈ ഒരു പുരസ്കാരം കിട്ടിയതിന് നന്ദിയുണ്ട്. അതിനേക്കാളുപരി ഈ ഒരു അവസരം ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. ഈ ഒരു ഇപ്പോൾ മോർച്ചറിയിൽ 11 ദിവസം സേവനം അനുഷ്ഠിച്ചു എന്നുള്ളതിനാണ് പുരസ്കാരത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്.
കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ചീരാൽ വില്ലേജിൽ ലക്ഷങ്ങളുടെ നേന്ത്രവാഴ കൃഷി നശിച്ചു. നമ്പ്യാർകുന്ന്, കല്ലൂർ, നറമാട് എന്നിവിടങ്ങളിലാണ് മഴയ്ക്കൊപ്പമെത്തിയ കാറ്റിൽ ആയിരക്കണക്കിന് വാഴകൾ നിലംപതിച്ചത്. കൃഷിനാശം വന്ന കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യം. കഴിഞ്ഞ ദിവസമാണ് ചീരാൽ വില്ലേജിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശിയടിച്ചത്. ഇതിൽ ആയിരക്കണക്കിന് നേന്ത്രവാഴകളാണ് നിലം പതിച്ചത്. നമ്പ്യാർകുന്ന്, കല്ലൂർ, നർമാട് എന്നിവിടങ്ങളിൽ മാത്രം ലക്ഷങ്ങളുടെ കൃഷിനാശമാണ് സംഭവിച്ചത്. നിരവധി കർഷകരുടെ കുലച്ചതും കുലയ്ക്കാറായതുമായ നേന്ത്രവാഴകൾ നശിച്ചതോടെ വലിയ സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്കുണ്ടായിരിക്കുന്നത്. ചീരാൽ വില്ലേജിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴയും കാറ്റും, ആ മഴയും കാറ്റിലും നിരവധി കർഷകരുടെ അവരുടെ ഉപജീവനമാർഗമായിട്ടുള്ള വാഴ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. നൂറുകണക്കിന് ആളുകൾ നമ്പ്യാർകുന്ന്, കല്ലൂർ, നറമാട് പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. കർഷകരുടെ നൂറല്ല ആയിരക്കണക്കിന് വാഴകൾ, പൊളിക്കാനായ വാഴകളാണ് നഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ നിരവധി ആളുകളുടെ ചിലവിലെ മറ്റു പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അവിടെ കൃഷിഭവനിൽ നിന്നും ഉൾപ്പെടെ അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. പലരും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും വായ്പയെടുത്താണ് കൃഷി ഇറക്കിയത്. ഈ സാഹചര്യത്തിൽ കൃഷിനാശത്തിന് മതിയായ നഷ്ടപരിഹാരം കൃഷിവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. മാനന്തവാടി ഗവൺമെന്റ് കോളേജിന് ചരിത്ര നേട്ടം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടിയാണ് കോളേജ് അഭിമാനകരമായ നേട്ടം കരസ്ഥമാക്കിയത്. ഗോത്രവർഗ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ടീം അംഗങ്ങളിൽ ഭൂരിഭാഗവും. പരിശീലനത്തിന് മൈതാനമോ ശരിയായ ഒരു ഗോൾ പോസ്റ്റോ ഇല്ലാതെയാണ് നല്ലൂർനാട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്നും പരിശീലകൻ സി സതീഷിന്റെ ശിക്ഷണത്തിൽ ഹോക്കിയുടെ ആദ്യ പാഠങ്ങൾ പഠിച്ചത്. സ്കൂൾ ടീമിന് ദില്ലിയിൽ വെച്ച് നടന്ന നെഹ്റു ദേശീയ ജൂനിയർ സ്കൂൾ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായി ടർഫ് മൈതാനത്ത് കളിക്കാനും ഭാഗ്യം ലഭിച്ചു. യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത 18 അംഗ ടീമിൽ 2 പേരൊഴികെ മറ്റുള്ളവരെല്ലാം കാട്ടുനായ്ക്ക, കുറുമ, കുറിച്യ വിഭാഗങ്ങളിലുള്ളവരാണെന്നതും ഏറെ ശ്രദ്ധേയമാണ്. ജേതാക്കളായതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് ക്യാപ്റ്റൻ കെ അതുൽ. ആദ്യമായിട്ടാണ് ഒരു ഇന്റർ കോളേജ് കപ്പ് ഇവിടെ GCMൽ കിട്ടുന്നത്. അതിന് ഞങ്ങളെ പരിശീലിപ്പിച്ച സുമിത്തേറ്റ, പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സാർ ജംഷാ സാറ്, പിന്നെ പ്രിൻസിപ്പൽ, പിന്നെ ഞങ്ങളെ സീനിയേഴ്സ്, പാരൻസ് എല്ലാവരും നല്ലൊരു സപ്പോർട്ടായിരുന്നു. അവരൊക്കെ ഒരു പ്രാർത്ഥന കൊണ്ടും എല്ലാം കൂടി കൊണ്ടാണ് ഒരു കപ്പടിക്കാൻ പറ്റിയത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഹോക്കിക്ക് ജില്ലയിൽ വേണ്ടത്ര ഒരു പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ? പ്രാധാന്യം ഇവിടെ കിട്ടുന്നുണ്ട്, പക്ഷെ പുറമെ വളർന്നു വരുന്ന താരങ്ങൾക്കുള്ള ഒരു പ്രോത്സാഹനം കുറവല്ലേ? കിട്ടുന്നില്ല, തീരെ കുറവാണ്. കിട്ടുന്നില്ല. വി വിശാലാണ് വൈസ് ക്യാപ്റ്റൻ. MC അർജുൻ, MC അമൽദാസ് എന്നിവരാണ് ഗോൾ വലയം കാക്കുന്നത്. ടീം അംഗം KB ബിബിൻ ചെന്നൈയിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഹോക്കിയിൽ നല്ല താരങ്ങളുണ്ടെങ്കിലും ഇവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ നടപടികൾ ഉണ്ടാകുന്നില്ല. മലനാട് ന്യൂസ്, മാനന്തവാടി. മാനന്തവാടി നഗരസഭാ പരിധിയിലെ കണിയാരം അണക്കെട്ട് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാകുന്നു. ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യമുയരുന്നു. 1 ഏക്കറിലധികം സ്ഥലത്ത് വിസ്തൃതമായി കിടക്കുന്ന അണക്കെട്ട് സഞ്ചാരികളുടെ മനം കവരും. ചെറുകിട ജലസേചന വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള അണക്കെട്ട് കൂടുതൽ നവീകരിച്ചാൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവുണ്ടാകും. കണിയാരം ടൗണിൽ നിന്നും 1 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്കുള്ളത്. ഇവിടെയുള്ള 30 ഏക്കറോളം സ്ഥലം പദ്ധതിക്കായി വിനിയോഗിക്കാൻ സാധിക്കും. പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയും ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ഈ അണക്കെട്ടിലെ ജലം കനാൽ വഴി എത്തിച്ചാണ് ഹെക്ടർ കണക്കിന് കൃഷിനിലങ്ങൾ കൃഷി ചെയ്തു വരുന്നത്. ടൂറിസം സാധ്യതയുള്ള പ്രദേശമാണ്. ഒരു മിനി ബാണാസുരയായി വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഏകദേശം 30 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന ഒരു അണക്കെട്ടാണ് ഇവിടെയുള്ളത്. ഈ അണക്കെട്ട് ടൂറിസം വകുപ്പ് ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഇറിഗേഷൻ വകുപ്പ് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു ടൂറിസം പദ്ധതി ഇവിടെ നടപ്പിലാക്കുകയോ ചെയ്താൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഇങ്ങനെ ടൂറിസ്റ്റ് ഹബ്ബായി മാറിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്തിന്റെ മുഖച്ഛായ മാറ്റാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇതിനോട് ചേർന്നുകൊണ്ട് ഒരു പാലാക്കുളി ചെക്ക് ഡാം കൂടിയുണ്ട്. അങ്ങനെ 2 പ്രധാനപ്പെട്ട അണക്കെട്ടും ചെക്ക് ഡാമും ഇവിടെയുണ്ട്. ഇതിനെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ടൂറിസം പദ്ധതി ആവിഷ്കരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇറിഗേഷൻ വകുപ്പിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് ഇതിന്റെ വശങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ട്. കൂടുതൽ നവീകരിച്ചാൽ കുട്ടികളുടെ പാർക്ക്, പൂന്തോട്ടങ്ങൾ, ബോട്ട്, കയാക്കിംഗ് സർവീസുകൾ എന്നിവ ആരംഭിക്കാൻ കഴിയും. അതോടൊപ്പം ഇവിടെ മികച്ച ഒരു നീന്തൽ പരിശീലന കേന്ദ്രമാക്കാനും സാധിക്കും. കണിയാരം അണക്കെട്ട് മികച്ച ടൂറിസം കേന്ദ്രമാക്കുന്നതിനുള്ള നടപടികളുമായി മന്ത്രി OR കേളു സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കാൻ കഴിയുന്ന നഗരസഭയിലെ പാലാക്കുളി ചെക്ക് ഡാമും ടൂറിസം കേന്ദ്രമാക്കി മാറ്റണമെന്ന് വർഷങ്ങളായുള്ള ആവശ്യമാണ്. മലനാട് ന്യൂസ്, മാനന്തവാടി.
വാനരശല്യത്താൽ ജീവിതം വഴിമുട്ടി നൂൽപ്പുഴയിലെ കുമഴി നിവാസികൾ. നിരന്തരമായി വീടുകൾക്ക് കേടുപാട് വരുത്തുന്ന വാനരന്മാർ വീടിനുള്ളിൽ പ്രവേശിച്ച് ഭക്ഷണ സാധനങ്ങളും നശിപ്പിക്കുകയാണ്. ഇതോടെ ഡ്രമ്മിലിട്ട് ഭക്ഷ്യവസ്തുക്കൾ വീടിനുള്ളിൽ പൂട്ടിവെക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. നൂൽപ്പുഴയിലെ വനഗ്രാമമായ കുമഴിയിലാണ് നാട്ടുകാർ കുരങ്ങുകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നത്. കണ്ണുതെറ്റിയാൽ വാനരന്മാർ ഓടുകൾ തകർത്തും എടുത്തുമാറ്റിയും വീടുകളുടെ അകത്ത് പ്രവേശിക്കും. വീട്ടിൽ ആരുമില്ലെങ്കിൽ വീട്ടുസാധനങ്ങൾ വാരി വലിച്ചിട്ട് നശിപ്പിക്കും. ഇതോടെ ജോലി പോലും ഉപേക്ഷിച്ച് വീടുകൾക്ക് കാവലിരിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. കുരങ്ങിൻ്റെ ഭയങ്കര ശല്യം. വീട്ടിൽ ആളിരുന്നാലും ഇല്ലെങ്കിലും ഭയങ്കര ശല്യമാണ്. നമുക്കൊരു ഭക്ഷണം വരെ വെച്ചാൽ കിട്ടില്ല. എല്ലാ സംഗതിയും ഞങ്ങൾ പാത്രങ്ങൾ വാങ്ങി അടച്ച് നല്ല കല്ലൊക്കെ കയറ്റി വെച്ചിട്ടാണ് ഞങ്ങളിവിടെ തൊഴിലുറപ്പ് പണിക്കൊക്കെ പോകുന്നത്. ഒരു പാവമല്ല. പകല് കുരങ്ങ് ശല്യം, രാത്രിയായി ആന മാന് അങ്ങനെ ബമ്പ ശല്യമാണ്. രാത്രിയൊന്നും ഇപ്പോൾ ഉറക്കില്ല. നമ്മൾക്ക് വീടെങ്കിൽ നോക്കണ്ടേ, കൃഷിയൊന്നും ഞങ്ങൾ എടുക്കല്ല. ഇതൊക്കെ പാഴായി കിടക്കുകയാണ്. ആകെ ശല്യം. ഞങ്ങൾ എഴുതി കൊടുത്ത് 95 തുടങ്ങിയതാണ് ഞങ്ങൾ ഇവിടുന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട്. വീടടച്ചിട്ട് ആളുകൾക്ക് പുറത്തു പോകണമെങ്കിൽ ഭക്ഷണ സാധനങ്ങളും മറ്റും വലിയ വീപ്പയിലിട്ട് അതിനു മുകളിൽ വലിയ കല്ല് കയറ്റി വെക്കേണ്ട അവസ്ഥയാണ്. മറ്റിടങ്ങളിൽ നിന്നും പിടികൂടുന്ന വാനരന്മാരെ ഈ പ്രദേശത്ത് തുറന്നുവിടുന്നതാണ് രൂക്ഷമായ വാനരശല്യത്തിന് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നാട്ടുകാരുടെ സ്വൈര്യജീവിതം തകർക്കുന്ന വാനരന്മാരെ പ്രദേശത്തു നിന്നും നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. ശ്രീരാമനവമി രഥയാത്രയ്ക്ക് വള്ളിയൂർക്കാവിൽ ഭക്തിനിർഭരമായ സ്വീകരണം. ശ്രീരാമ നവമിയോടനുബന്ധിച്ച് സ്വാമി നിത്യാനന്ദ സരസ്വതിയുടെ ഛായാചിത്രവും വിവിധ ദേവപ്രതിഷ്ഠകളുമായി 11 മണിയോടെയാണ് രഥം മേലേക്കാവിലേക്ക് എത്തിയത്. കഴിഞ്ഞ 15-ന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് ഭദ്രദീപ പ്രതിഷ്ഠ നടത്തിയാണ് രഥയാത്ര ആരംഭിച്ചത്. 23 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം കന്യാകുമാരിയിലാണ് യാത്ര അവസാനിക്കുക. ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെയും രഥം കടന്നുപോകും. തലപ്പുഴ വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രം, മാനന്തവാടി കാഞ്ചി കാമാക്ഷിയമ്മൻ ക്ഷേത്രം, താഴെയങ്ങാടി ഹനുമാൻ കോവിൽ, മാനന്തവാടി അമൃതാനന്ദമയി മഠം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷമാണ് രഥയാത്ര ഇന്ന് ആറാട്ടുതറ വള്ളിയൂർക്കാവിലെത്തിയത്. രഥയാത്ര ഭക്തജനങ്ങളിൽ ഭക്തിയും കൗതുകവും നിറച്ചു. ഭക്തജനങ്ങളിൽ രാമായണ സന്ദേശവും നാമജപത്തിന്റെ പ്രാധാന്യവും അറിയാൻ 35 വർഷമായി ശ്രദ്ധയാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. 1991 പൂജനീയ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ ശ്രീരാമനവമി ആഘോഷങ്ങളുടെ ഭാഗമായി ശ്രീരാമനവമി രഥയാത്ര സമാരംഭിച്ചു. കഴിഞ്ഞ 35 വർഷമായി ശ്രീരാമനവമി രഥയാത്ര യാതൊരു മുടക്കവും കൂടാതെ നടന്നുവരുന്നു. ഹൈന്ദവ സമാജത്തിന് അവരുടെ സാമാജിക വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനുള്ള ഒരു വലിയ വേദിയായിട്ടാണ് ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ ഈ രാമനവമി രഥയാത്ര വിഭാവനം ചെയ്യുന്നത്. ശ്രീരാമന്റെയും സീതയുടെയും ഗണപതിയുടെയും പഞ്ചലോഹ വിഗ്രഹങ്ങളാണ് രഥത്തിലെ ശ്രീകോവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശ്രീകോവിലിന് പുറത്തായാണ് ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ ഛായാചിത്രം സ്ഥാപിച്ചത്. ജയഗുരുസ്വാമി സത്യാനന്ദ സരസ്വതിയുടെ ഛായാചിത്രം, ഗണപതി വിഗ്രഹം, ശ്രീരാമപാദുകം എന്നിവയും തടികൊണ്ട് തീർത്ത കൊത്തുപണികളാൽ അലങ്കരിച്ച രഥത്തിൽ ഒരുക്കിയിരുന്നു. മലനാട് ന്യൂസ്, മാനന്തവാടി. ഇനി കമ്പോള നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 425, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 265, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 685, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 675, നേന്ത്രക്കായ കിലോയ്ക്ക് 48, ഇഞ്ചി ചാക്കിന് 1400, ചേന ചാക്കിന് 3100, റബ്ബർ കിലോയ്ക്ക് 178, സ്വർണ്ണം പവന് 66,320, വെള്ളിഗ്രാമിന് 98 രൂപ. ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇനി മലനാട് കേബിൾ ഉപഭോക്താക്കൾക്കുള്ള അറിയിപ്പാണ്. മലനാട് കേബിൾ നെറ്റ്വർക്കിലെ സെറ്റ് ടോപ്പ് ബോക്സുകളുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരും ദിവസങ്ങളിൽ നടക്കും. ഇത് സാധാരണയായി നടക്കുന്ന പ്രവൃത്തിയുടെ ഭാഗമാണ്. ഈ സമയം ഉപഭോക്താക്കൾ സെറ്റ് ടോപ്പ് ബോക്സ് ഓഫ് ചെയ്യരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു. സെറ്റ് ടോപ്പ് ബോക്സ് സോഫ്റ്റ്വെയർ അപ്ഡേഷനുമായി മാന്യ ഉപഭോക്താക്കൾ സഹകരിക്കുക. നമസ്കാരം.